എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. കൊളസ്ട്രോൾ ഇപ്പോൾ പൊതുവേ ഏജ്ഡ് ആയിട്ടുള്ള ആൾ കാണുന്നതെങ്കിലും ഇപ്പോൾ പൊതുവേ ചെറിയ പ്രായമുള്ളവരിലും കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഉള്ള മിസ്ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിലി ഫുഡ് അങ്ങനത്തെ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുന്നവരിലാണ് ഈ കൊഴുപ്പടിയുന്നതും കൊളസ്ട്രോൾ ഉണ്ടാകുന്നതും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ അല്ല, അത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോള് നമ്മൾ ഇടയ്ക്ക് ഒരു 1 in 6 months ഒക്കെ കൊളസ്ട്രോള്, BP, ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ ഷുഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ചില സിംറ്റംസൊക്കെ കാണിച്ചിരുന്നാലും കൊളസ്ട്രോളിലുള്ളവരിൽ അത്ര പെട്ടെന്ന് സിംറ്റംസ് ഒന്നും കാണിച്ചെന്ന് വരത്തില്ല. കുറേ കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവലി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സിംറ്റംസ് കാണിക്കുന്നത്. ചിലപ്പോൾ സിംറ്റംസ് കാണിച്ചെന്നും വരില്ല. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിയുന്നത്. സോ നമ്മളത് ഒരു 6 months ഒരിക്കലും നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ മിസ്ബിലീവ് എന്ന് പറയുന്നത് നമുക്ക് ഓയിലി ഫുഡ് അതൊക്കെ കഴിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്നുള്ളത്. ആക്ച്വലി ഓയിലി ഫുഡ് കഴിക്കുന്നവർക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ല, നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, നിങ്ങളിത് ചിക്കൻ ഇതുപോലത്തുള്ള ഓയിലി ഒന്നും കഴിക്കുന്നില്ല, നോർമലായിട്ടുള്ള ഫുഡ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കഴിക്കുന്നവരായാലും സാധാരണ ഫുഡ് കഴിക്കുന്നവരായാലും അവർക്കും ഫാറ്റ് കൊളസ്ട്രോൾ വരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നാച്ചുറലി ഫാറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് കഴിക്കത്തില്ലേ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എനർജി ആയിട്ടത് മാറ്റുന്നു. കഴിക്കുന്ന ഫുഡിനെ എനർജി ആയിട്ട് മാറ്റുകയും ആവശ്യമുള്ള എനർജി എടുത്തിട്ട് ബാക്കി ലിവർ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന ലിവറിനെ നമ്മൾ ബേണായി കളഞ്ഞില്ല, പ്രോപ്പറായിട്ടുള്ള വ്യായാമം വഴി ബേണാക്കി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യണം. അത് കൂടി വരുമ്പോൾ ഈ കൊളസ്ട്രോൾ ഉണ്ടാകും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഡൈജഷൻ വഴി സ്മോളർ മോളിക്യൂൾസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഡൈജഷൻ വഴി ഈ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും, പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ആയിട്ട്, ഫാറ്റി ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ സ്മോൾ മോളിക്യൂൾസാണ് ബ്ലഡ് സ്ട്രീമിലൊക്കെ പോയിട്ട് നമുക്ക് സെൽസിന് ആവശ്യമുള്ള എനർജി ആയിട്ട് മാറുകയും ചെയ്യുന്നത്, എനർജി കിട്ടുന്നത്. അപ്പോൾ ആ എനർജി എല്ലാം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ആ എനർജി കൺവേർട്ടായിട്ടുള്ള എനർജിയെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിലെല്ലാം സെൽസിനൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഭാഗം ലിവർ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുകയാണ്, ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഈ സ്റ്റോർ ചെയ്ത ഫാറ്റ് ബേണായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടി ഫാറ്റ് ഡിപ്പോസിഷൻ കൂടി വന്നിട്ട് നമ്മുടെ രക്തക്കുഴലുകൾക്കിടയിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും പിന്നെ ഈ ബ്ലോക്ക്, ഹാർട്ട് ഡിസീസ്, അമിതമായിട്ട് എക്സസൈസ് ഫാറ്റ് ബിൽഡപ്പ് ചെയ്യുന്നതാണ് പ്ലേക്ക് എന്ന് പറയുന്നത്. ഇതുവഴി അമിതമായി ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുകയും ഹാർട്ട് ഡിസീസ് പോലുള്ള ഉണ്ടാവുകയും അല്ലെങ്കിൽ ഈ പ്ലേക്ക് തന്നെ ഹാർഡനായിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ട് സ്ട്രോക്ക് പോലത്തുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. ഇതുവഴി ഈ ഡിപ്പോസിഷൻ വഴി പല സ്ഥലങ്ങളിലും പോയി ഫാറ്റായിട്ട് തന്നെ ഡിപ്പോസിറ്റ് ആവുകയും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മെയിനായിട്ടും വരുന്നതാണ് ഈ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് മുതലായിട്ടുള്ള ഡിസീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലായല്ലോ. നമ്മൾക്കത് നാച്ചുറലി സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് പ്രോപ്പർ വേയിൽ നമ്മളത് ബേണപ്പ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ പ്രോപ്പർ വ്യായാമങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടി ശരീരത്തിൽ കിടന്നിട്ട് അത് കൊളസ്ട്രോളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ കൊളസ്ട്രോൾ അതിൻ്റെ കോസ് എന്തെന്ന് വെച്ച് നമുക്കൊന്ന് നോക്കാം. ചില കോസുകൾ നമുക്ക് ഈ ഫുഡ് വഴി കഴിച്ച് ഓൾറെഡി അത് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. അതല്ലാതെയും ചില കോസുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ഡെവലപ്പ് ആവാം. അതെങ്ങനെയുള്ള ആൾക്കാരിലാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഏജ് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കൊളസ്ട്രോൾ പെട്ടെന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ചെറുപ്പക്കാരിലും കാണുന്നുണ്ട്. എങ്കിലും കൂടുതലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഡിസീസ് കാണപ്പെടുന്നത്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും അതുവഴി ഡിസീസസ് ഉള്ളവർ, അതായത് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരിൽ ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഹിസ്ട്രജൻ്റെ ലെവൽ കുറയുമ്പോൾ, പ്രത്യേകിച്ച് മെനോപോസ് പോലത്തെ സമയങ്ങളിൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അമിതമായി പൊണ്ണത്തടിയുള്ളവർ, ഒബീസായിട്ടുള്ള ആൾക്കാരിൽ ഇതുപോലത്തെ കൊളസ്ട്രോൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫുഡ്, അതായത് ഇതുപോലെ ഓയിലി ആയിട്ടുള്ള എക്സസ് ആയിട്ട് ഓയിലായിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, പാക്ഡ് ഫുഡ് ഐറ്റംസ് കഴിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ട് വേണം. അതിന് ചില ഫുഡുകൾ നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ അബ്സോർപ്ഷനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അത് അമിതമായിട്ട് കഴിക്കുന്നവരിലും കൊളസ്ട്രോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇതുപോലെ പ്രത്യേകിച്ചും ജനറ്റിക്കലി നമുക്ക് കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ള ആൾക്കാരിലാണെങ്കിൽ ഇവൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും, കുറച്ച് പോർഷൻ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജനറ്റിക്കലി ഇങ്ങനെ പ്രശ്നമുള്ളവരിൽ അത് കൂടുതലായിട്ട് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ്, ചെറിയൊരു ഫുഡ് കഴിച്ചിരുന്നാലും അമിതമായിട്ട് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ഇതായിട്ട് കൊളസ്ട്രോൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എനർജി ആയിട്ട് മാറുകയും ഒരു പോർഷൻ ഫാറ്റായിട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലോ, അത് കൂടുതൽ എനർജി ആയിട്ട് മാറുന്നതിന് പകരം ചെറുപ്പക്കാരിലൊക്കെ ആണെങ്കിൽ കൂടുതൽ എനർജി ആയിട്ട് മാറുന്നു. പക്ഷേ പ്രായമുള്ളവരിൽ എനർജി ആവുന്നതിനേക്കാളും കൂടുതൽ അത് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ച് വയസ്സായുള്ള ആൾക്കാരിൽ മസിൽ മാസ് കുറവായിരിക്കും, അവർ വീക്കായിരിക്കും, ഡൈജഷൻ വീക്കായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കൂടുതൽ ഫുഡും ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് പ്രോപ്പറായിട്ട് പ്രായമുള്ളവരിൽ നമുക്കത് ബേൺ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കൊളസ്ട്രോളിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡും ഈ ഓയിൽ ഫുഡ് അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരിലും, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൂടുതൽ കൺസംഷൻ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരിൽ, സ്മോക്കിംഗ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരിൽ, ഇത്തരം ആൾക്കാരിലും കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രൂ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരമുള്ള ആൾക്കാർ കോസ് എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരിലാണ് ഈ തരത്തിലുള്ള കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് കൊളസ്ട്രോൾ കൂടുന്നത് നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ആ ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ കൊളസ്ട്രോൾ, LDL, HDL, VLDL, ട്രൈഗ്ലിസറൈഡ്സ്, ഇത്തരത്തിലുള്ള കുറേ റേഞ്ചുകളും കുറേ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ് HDL, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കൊളസ്ട്രോളാണ്. HDL നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. എന്നാൽ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ് LDLും ട്രൈഗ്ലിസറൈഡ്സും. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ വേണ്ട, ഇവിടെയാണ് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ HDL ലെവൽ കൂടുതലായിരിക്കുകയും LDL ലെവൽ കുറഞ്ഞു നിൽക്കുന്നതുമായിരിക്കണം എപ്പോഴും നോർമലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകത്തില്ല. അതായിരിക്കണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എടുക്കുകയാണ് നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് <200 ആയിരിക്കണം. HDL ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 60-ന് മുകളിലോ ആയിരിക്കണം. എന്തായാലും 40-ന് മുകളിൽ നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടായിരിക്കണം, അതായത് HDL. LDL എന്ന് പറയുന്നത് 100-ന് താഴെയോ ആയിരിക്കണം. 130 വരെയൊക്കെ പോവാം, എങ്കിലും 100 ആയിരിക്കണം, 100-ന് താഴെ ആയിരിക്കണം എന്ന് ഏറ്റവും നല്ലത്. അപ്പം ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ ഇത്രയും റേഞ്ചാണ് നമുക്ക് നല്ലത്. അതിൽ കൂടാനോ HDL കൂടി നിൽക്കണം, 60-ന് മുകളിലായിരിക്കണം. LDL എപ്പോഴും ഇതിൻ്റെ താഴെ തന്നെ ആയിരിക്കണം. അപ്പം നിങ്ങൾ ആ റിസൾട്ട് കിട്ടുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. HDL കൂടി നിൽക്കുന്ന ആൾക്കാരിലായിരിക്കും അങ്ങനെ HDL കൂടി നിന്നാൽ നമുക്ക് LDLനെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ശരീരത്തിൽ അധികം ഫാറ്റ് ഡിപ്പോസിറ്റ് ആവാതിരിക്കാനും സഹായിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് HDL കൊളസ്ട്രോൾ. HDL കുറവുള്ള ആൾക്കാർ 20-40 ഒരുപാട് താഴെയുള്ള ആൾക്കാരിൽ LDL കൂടുകയും കൊളസ്ട്രോൾ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൊളസ്ട്രോൾ വരുമ്പോൾ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊന്നും ഇത് ഒത്തിരി ലക്ഷണമായിട്ട് കാണിക്കത്തില്ല, കുറേ കഴിഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒരു മെയിൻ ഇതായിട്ട് തോന്നും. കാരണം നമ്മൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഭാരിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നമുക്കൊരു കിതപ്പും ഒരു ബ്രീത്തിങ് ട്രബിളും ഒക്കെ ഉണ്ടാവാം. ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കിതപ്പും ശ്വാസം മുട്ടലും ഒക്കെ അനുഭവപ്പെടുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ.
അതുപോലെ തന്നെ നമുക്കൊരു ചെസ്റ്റ് പെയിൻ പോലെ അനുഭവപ്പെടുക. ഹാർട്ട് അറ്റാക്കുള്ള ചെസ്റ്റ് പെയിൻ പോലെ നമുക്ക് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരികയും ചെസ്റ്റ് പെയിൻ പോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആൾക്കാരിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ണിന് ചുറ്റിലും ചെറിയ യെല്ലോ കളറിൽ തടിപ്പ് പോലെ കാണാൻ സാധിക്കും. ചെറിയ 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 തടിപ്പായിട്ട് കണ്ണിന് ചുറ്റിലും യെല്ലോ കളറിൽ, ചിലപ്പോൾ യെല്ലോ കളറായിട്ട് കാണും, അല്ലെങ്കിൽ തടിപ്പായിട്ടും ചില ആൾക്കാരിൽ കാണാൻ സാധിക്കും. ചില ആൾക്കാരിൽ ദേഹത്ത് ആപ്പാടെ ചൊറിച്ചിൽ ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ചെസ്റ്റ് പെയിൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എക്സേർഷൻ ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുക, ഭയങ്കരമായിട്ടും നമുക്ക് ഫെറ്റീഗ്, ശരീരത്തിൽ ക്ഷീണം, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ ഒരു ജോയിൻറ്റ് പെയിന്, കാലുകൾക്കൊക്കെ ജോയിൻറ്റ് പെയിന്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ റാഷസ്, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ഈ ഡിപ്പോസിഷൻ കാണുന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഡിപ്പോസിഷൻ കണ്ണിന് ചുറ്റും യെല്ലോയിഷ് ഭയങ്കര ക്ഷീണം തോന്നുക, കിതപ്പ് തോന്നുക, ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ നിങ്ങളിതൊക്കെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടി എന്നല്ല ഞാൻ പറയുന്നത്. പല അസുഖങ്ങളിലും ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒരു അസുഖവും ഇല്ല, പെട്ടെന്ന് ഇത് ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പോയി ഒന്ന് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ HDL കൂട്ടുകയും LDL കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അതാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ്, എത്തരത്തിലുള്ള ഫുഡ് കഴിച്ചാലാണ് നമുക്ക് HDL കൂടുകയും LDL കുറയുകയും ചെയ്യുമെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഓക്കെ, അത് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഫുഡാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് ഞാൻ പറയാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.